കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2020 ബികോം വിദ്യാർത്ഥികൾക്ക് ഇൻകം ടാക്സ് ആൻഡ് GST എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. 2020 ബികോം വിദ്യാർത്ഥികൾക്ക് ഇൻകം ടാക്സ് ആൻഡ് GST എന്ന പേപ്പറിൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ രണ്ട് പ്രോബ്ലംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 28ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് അതിൻ്റെ അസസ്മെൻറ്റ് ഇയറും പ്രീവിയസ് ഇയറൊക്കെ മാറ്റിയിട്ട് ക്വസ്റ്റ്യൻ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്: മിസ്റ്റർ കപിൽ ഡൊണേറ്റഡ് എ സണ്ടർ ഇൻ ദി പ്രീവിയസ് ഇയർ 2019-20 ബൈ ചെക്സ് എക്സെപ്റ്റ് ഡൊണേഷൻ അണ്ടർ ഇ എന്നതിൽ തന്നതല്ലാത്ത ബാക്കിയെല്ലാം ചെക്സ് ആയിട്ടാണ് കൊടുക്കുന്നത്, ചെക്കായിട്ട്. ദെൻ അതിൽ തന്നിട്ടുള്ളത് പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട് 20,000, രണ്ടാമത്തത് നാഷണൽ ഡിഫൻസ് ഫണ്ട് 40,000, മൂന്നാമത്തത് മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ഓഫ് നാഷണൽ എമിനൻസ് ₹20,000. ദ നെക്സ്റ്റ് വൺ എയ്ഡ് ടു പുവർ സ്റ്റുഡൻസ് 4,000, ബുക്സ് ഡൊണേറ്റഡ് ടു ആൻ അപ്രൂവ്ഡ് കോളേജ് 12,000, അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ₹60,000, മുനിസിപ്പാലിറ്റി അപ്രൂവ്ഡ് ഫോർ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിംഗ് 20,000. ഓക്കെ, ദ നെക്സ്റ്റ് തന്നിട്ടുള്ളത് his gross total income for the assessment year 2020-21 was ₹6,10,000. He has incurred expenditure of 30,000 on the medical treatment of a disabled dependent. Calculate the deductions allowable to him under section 80G. സെക്ഷൻ 80G പ്രകാരം വരുന്ന ഡൊണേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഡിഡക്ഷൻസ് എന്ന് പറയുന്ന പാർട്ടിൽ 80C മുതൽ 80U വരെയുള്ളതിൽ 80G എന്ന് പറയുന്ന കാറ്റഗറി എന്താണ്? ഡൊണേഷനുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. ഈ ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിഡക്ഷൻസ് എത്രയാണ് ഇയാൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, 80G ഡിഡക്ഷൻ പ്രകാരം മെയിനായിട്ട് നമ്മൾ 4 ഡിഡക്ഷൻസിനെ കുറിച്ച് മനസ്സിലാക്കണം. അതായത് നോ ലിമിറ്റ് 100% ഡിഡക്ഷൻ, നോ ലിമിറ്റ് 50% ഡിഡക്ഷൻ, വിത്ത് ലിമിറ്റ് 100% ഡിഡക്ഷൻ, അതേപോലെ വിത്ത് ലിമിറ്റ് 50% ഡിഡക്ഷൻ. ഈ കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് ഓരോ ഐറ്റംസും നോക്കാം. ഇവിടെ ഫസ്റ്റ് വൺ തന്നിട്ടുള്ളത് എന്താണ്? പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ടാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണ്? 100% നോ ലിമിറ്റ് ഡൊണേഷനിൽ ഉൾപ്പെടുന്ന കാറ്റഗറിയാണ്. അപ്പോൾ അവിടെ യാതൊരു കാൽക്കുലേഷൻസും കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതില്ല. ഫുൾ എമൗണ്ട് ഡിഡക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട് എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഐറ്റം നമ്മൾ എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു. പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട്. നാഷണൽ റിലീഫ് ഫണ്ട് തന്നിട്ടുള്ളത് എത്രയാണ്? എമൗണ്ട് തന്നിട്ടുള്ളത് 20,000 ആണ്. അതിന് അങ്ങനെ തന്നെ നമ്മൾ എമൗണ്ട്സ് കോളത്തിലേക്ക് മാറ്റുന്നു. ഇതാണ് ഒന്നാമത്തത്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ ഐറ്റം തന്നിട്ടുള്ളത് എന്താണ്? നാഷണൽ റിലീഫ് ഫണ്ടാണ്. ഓക്കെ, ഇങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ 100% നോ ലിമിറ്റ് ഡൊണേഷനിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതിൽ വരുന്നതാണ് ഈ നാഷണൽ ഡിഫൻസ് ഫണ്ട് എന്നുള്ളതും. ഓക്കെ, നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടും എന്താണ്? ഫുൾ എമൗണ്ട് ഡിഡക്ഷൻ കിട്ടും. അതായത് 100% നോ ലിമിറ്റ് ഡൊണേഷനിൽ ഉൾപ്പെടുന്ന ഐറ്റമാണ്. അപ്പോൾ അതിനെയും നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്നു. നാഷണൽ ഡിഫൻസ് ഫണ്ട്. നാഷണൽ ഡിഫൻസ് ഫണ്ട് എത്രയാണ്? 40,000 ആണ് തന്നിട്ടുള്ളത്. ആ ഫുൾ എമൗണ്ടിനും ഡിഡക്ഷൻ കിട്ടും. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ തന്നിട്ടുള്ളത് എന്താണ്? മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ഓഫ് നാഷണൽ എമിനൻസ് ആണ്. ഇനി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി ഓർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടുകളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 100% നോ ലിമിറ്റ് ഡൊണേഷനിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ആ ഐറ്റംസ് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അവിടെ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയാണ് തന്നത്, അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലേക്കുള്ളതും അവിടെയും ഫുൾ എമൗണ്ട് നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി എത്രയാണ്? 20,000 ആണ് തന്നത്. അത് 20,000 നമ്മൾ കാണിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ഐറ്റം നോക്കുക. എയ്ഡ് ടു പുവർ സ്റ്റുഡൻറ്റ്. ഓക്കെ, എയ്ഡ് ടു പുവർ സ്റ്റുഡൻറ്റ് എന്നുള്ള നമ്മൾ 80G പ്രകാരമുള്ള ഡിഡക്ഷൻ ആണ് കാൽക്കുലേഷൻ നടത്തുന്നത്. പുവർ സ്റ്റുഡൻസിന് കോൺട്രിബ്യൂട്ട് എയ്ഡ് കൊടുക്കുന്നത് എന്തല്ല? ഒരു അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനോ അതേപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന എയ്ഡല്ല.
ഇതൊരു വ്യക്തിക്ക് കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് ഡൊണേഷൻ്റെ ഡിഡക്ഷൻ ഇത്തരത്തിൽ കൊടുക്കുന്നതിന് കിട്ടുകയില്ല. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിനോ ഇൻസ്റ്റിറ്റ്യൂഷനോ അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഇവിടെ നമുക്ക് ഡിഡക്ഷൻസ് വരുന്നത്. ATGയിൽ ഇവിടെ ഡിഡക്ഷൻസ് കിട്ടുകയില്ല. അപ്പോൾ ഇതിനെ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് തന്നത് എന്താണ്? ബുക്സ് ഡൊണേറ്റഡ് ടു ആൻ അപ്രൂവ്ഡ് കോളേജാണ്. ഇവിടെ ബുക്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഡൊണേറ്റ് ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ എമൗണ്ടുകളും ചെക്കായിട്ടാണ് കൊടുത്തത് എക്സെപ്റ്റ് ഡൊണേഷൻ അണ്ടർ E എന്ന് പറഞ്ഞിട്ടുണ്ട്. ബുക്സ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഡിഡക്ഷൻ കിട്ടൂല, അത് ചെക്കായിട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം. ഓക്കെ, അതിൻ്റെ എമൗണ്ട്സ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ ഡിഡക്ഷൻ കിട്ടുന്നതല്ല, ബുക്സ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇതിനെയും നമ്മൾ ഈ പ്രോബ്ലത്തിൽ കൺസിഡർ ചെയ്യേണ്ട, ഡിഡക്ഷൻ കിട്ടുകയില്ല. ഓക്കെ, അപ്പോൾ ആ 2 ഐറ്റവും നമ്മൾ പ്രോബ്ലത്തിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അടിയിൽ ഫുട് നോട്ടായിട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതെന്താണ്? 50% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആണ്. ഓക്കെ, 50% വിത്ത് ലിമിറ്റ് ഡൊണേഷനിൽ വരുന്ന ഐറ്റമാണ് ഈ അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് മുനിസിപ്പാലിറ്റി അപ്രൂവ്ഡ് ഫോർ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ് ആണ്. ഇത് വരുന്നത് എന്താണ്? 100% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആണ്. 100% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ എന്ന കാറ്റഗറിയിലാണ് മുനിസിപ്പാലിറ്റി അപ്രൂവ്ഡ് ഫോർ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ് എന്നുള്ളത് വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ എമൗണ്ട്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്ന ഒരു ഐറ്റം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്ന ഒരു ഐറ്റം കാൽക്കുലേറ്റ് ചെയ്യണം. ആ ക്വാളിഫയിങ് എമൗണ്ടിൻ്റെ 100%, അതായത് ക്വാളിഫയിങ് എമൗണ്ട് കണ്ടെത്തിയിട്ട് അതിൻ്റെ 100% ഏതിലേക്ക് കൊടുക്കാം? നമുക്ക് ഡിഡക്ഷനായിട്ട് ഇതിലേക്ക് കൊടുക്കാം, പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്. ഓക്കെ, ഇനി ആ ക്വാളിഫയിങ് എമൗണ്ടിൻ്റെ 50% മാത്രമേ എന്ത് ഡിഡക്ഷൻ കിട്ടും? അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ക്വാളിഫയിങ് എമൗണ്ട് എത്രയാണെന്നുള്ളത് കണ്ടെത്തണം. ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും 80G അല്ലാത്ത എല്ലാ ഡിഡക്ഷൻസും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ 80G അല്ലാത്ത ഡിഡക്ഷൻസ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇവിടെ ജസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ള ഐറ്റം നോക്കുക. ഹിസ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഫോർ ദി അസസ്മെന്റ് ഇയർ 2020-21 വാസ് ₹6,10,000. ഇതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, he has incurred expenditure of 30,000 on medical treatment of a disabled dependent. ഓക്കെ, ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനും വേണ്ടിയിട്ട് 30,000 എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുന്നുണ്ട്. അത്തരം കേസിൽ സെക്ഷൻ 80DD ആണ് വരുന്നത്. നിങ്ങളെ ഡിഡക്ഷൻസിൽ വരുന്ന സെക്ഷൻ 80DD പ്രകാരം ഇങ്ങനെയുള്ള കേസിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കേസിൽ 70,000 ഡിസേബിൾഡ് പേഴ്സണിൻ്റെ കേസിലാണെങ്കിൽ 75,000 വരെ നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു 75,000 നമ്മളിവിടെ 80G മാത്രമേ ഇവിടെ കാൽക്കുലേഷൻസ് പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ 75,000 അവിടെ ഡിഡക്ഷൻ കിട്ടും. നമുക്ക് ക്വാളിഫയിങ് എമൗണ്ട് കാണാൻ ഈ എമൗണ്ട് മൈനസ് ചെയ്യണം. ഓക്കെ, അതിനാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്വാളിഫയിങ് എമൗണ്ട് കിട്ടും. ഓക്കെ അല്ല, അപ്പോൾ ജസ്റ്റ് നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് ക്വാളിഫയിങ് എമൗണ്ട് എത്രയാണെന്നുള്ളത് കണ്ടെത്തുന്നു. അതായത് ക്വാളിഫയിങ് എമൗണ്ട് കാണാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും 80G അല്ലാത്ത ഡിഡക്ഷൻ മൈനസ് ചെയ്യണം. ഇവിടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണ്? 6,10,000 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ആ 6,10,000 നിന്നും എന്ത് മൈനസ് ചെയ്യണം? സെക്ഷൻ 80G അല്ലാത്ത ഡിഡക്ഷൻ, അതാണ് 80DD എന്ന് പറയുന്നത് ഇതിൽ വരുന്നത്. 80DD പ്രകാരം, അതായത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനും വേണ്ടിയിട്ട്, പിന്നെ ഹാൻഡിക്യാപ്ഡ് അതേപോലെയുള്ളവരുടെ ട്രീറ്റ്മെൻറ്റിനും വേണ്ടിയിട്ട് കൊടുക്കുന്ന എന്ത് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, അതിന് ഡിഡക്ഷൻ എത്ര കിട്ടും? 75,000 ഡിഡക്ഷൻ കിട്ടും. ആ 75,000 ആണ് നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുന്നത്. ഓക്കെ, വേറെ ഐറ്റംസ് ഒന്നും ഡിഡക്ഷൻസിൽ വന്നിട്ടില്ല, ഇതാണ് ഇതിൽ ഡിഡക്ഷനിൽ വന്നത്, അതുകൊണ്ട് അതിനെ നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 5,35,000 എന്ന് കിട്ടും. ഓക്കെ, 6,10,000 നിന്നും 75,000 മൈനസ് ചെയ്തു, സെക്ഷൻ 80DD പ്രകാരമുള്ള ഡിഡക്ഷൻ. അപ്പോൾ 5,35,000 കിട്ടി.
ഇനി ഇതിൻ്റെ ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 10% ആണ് ഇതിൻ്റെ. 10% ഓഫ് 5,35,000 ആണ് ക്വാളിഫയിങ് എമൗണ്ട്. അതായത് 53,500 ആണ് എന്ത് ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ? ഇനി നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് മാറ്റിയിരുന്നു ഐറ്റംസ്. ഈ 2 ഐറ്റംസും ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇത് രണ്ടിനെയും എടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത വരുന്നത് എന്താണ്? അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് നമുക്ക് ഇത് എടുത്തതിന് ശേഷം എടുക്കാം. അതായത് മുനിസിപ്പാലിറ്റി അപ്രൂവ്ഡ് ഫോർ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്. ഓക്കെ, അതായത് പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്, പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്, പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്. ഇവിടെ തന്നിട്ടുള്ളത് എത്രയാണ്? 20,000 ആണ്. ഇതിൻ്റെ 100% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആണ്. നമ്മുടെ ക്വാളിഫയിങ് എമൗണ്ട് വരുന്നത് എത്രയാണ്? 53,500 ആണ് ക്വാളിഫയിങ് എമൗണ്ട് വരുന്നത്. ആ ക്വാളിഫയിങ് എമൗണ്ടിൽ നിന്നും 100% എന്തിന് ഡിഡക്ഷൻ കിട്ടും? പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്ങിൻ്റെ ഡിഡക്ഷൻ കിട്ടും. എന്നാൽ ഈ ക്വാളിഫയിങ് എമൗണ്ടിൽ നിന്നും ഈ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്, അതായത് 100% കുറച്ചതിന് ശേഷം വരുന്ന വാല്യൂവിൻ്റെ 50% മാത്രമേ അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 20,000 ആണ് ഇതിൻ്റെ എമൗണ്ട് വരുന്നത് പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്. അത് ഈ ഒരു 53,500 നിന്ന് വരുന്ന 20,000 ആണ്. ഓക്കെ, അപ്പം ബാലൻസ് എമൗണ്ട് മാത്രം, അതായത് 33,500 മാത്രമേ ഇനി ബാലൻസ് ക്വാളിഫയിങ് എമൗണ്ടിൽ ഉണ്ടാകും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്ങിൽ 20,000 കിട്ടി. ദെൻ നെക്സ്റ്റ് അഞ്ചാമത്തത് എന്ത് വരും? അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡിഡക്ഷൻ കിട്ടുക എങ്ങനെയാണ്? നിങ്ങൾ നോക്കേണ്ടത് ഇതാണ്. ക്വാളിഫയിങ് എമൗണ്ട് എത്രയാണ്? 53,500 ആണ് ക്വാളിഫയിങ് എമൗണ്ട്. അതിൽ 100% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആണ് ഈ 20,000 എന്ന് പറയുന്ന പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്. ആ 20,000 കുറച്ചതിന് ശേഷം കിട്ടുന്ന വാല്യൂ എത്രയാണ്? 33,500 ആണ്. ഓക്കെ, ഈ 33,500ൻ്റെ 50% 50% ഓഫ് എന്ത് 33,500 മാത്രമേ അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡിഡക്ഷൻ കിട്ടും. അതായത് 50% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആണ് അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആ കാറ്റഗറി കറക്റ്റ് പഠിച്ചാൽ മാത്രമേ, ക്വാളിഫയിങ് എമൗണ്ട് കാണുന്നതൊക്കെ കൃത്യമായി പഠിച്ചാൽ മാത്രമേ ഇത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 50% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 16,750 എന്ന് പറയുന്നതാണ് അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? 50% ആണ് ഇവിടെ വരുന്നത്. 50% വിത്ത് ലിമിറ്റും ഇത് 100%. ഈ 100% എന്ന് പറയുന്നത് ഈ 53,500 ഉൾക്കൊള്ളുന്നതാണ് 20,000. ബാക്കി വരുന്ന 33,500 അതിൻ്റെ 50% ഇതിന് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 80G പ്രകാരമുള്ള മൊത്തം ഡിഡക്ഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ മൊത്തം ടോട്ടൽ ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഡിഡക്ഷൻ നമുക്ക് കിട്ടും. ടോട്ടൽ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G നമുക്ക് കിട്ടും. ഓക്കെ, അതായത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1,16,750 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അതായത് 60ഉം 1,16,750 ടോട്ടൽ എമൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുന്നത്. ഇവിടെ അറിയേണ്ടത് എന്താണ്? ആ 4 ക്ലാസിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അതായത് 100% നോ ലിമിറ്റ് ഡൊണേഷനും 50% നോ ലിമിറ്റ് ഡൊണേഷനും 100% വിത്ത് ലിമിറ്റ് ഡൊണേഷനും 50% വിത്ത് ലിമിറ്റ് ഡൊണേഷനും. ഓക്കെ, ഇനി നെക്സ്റ്റ് 31ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, കമ്പ്യൂട്ട് ദി ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്സിസ് വീണ ആഫ്റ്റർ സെറ്റിംഗ് ഓഫ് ദി ഡിഫറെൻറ്റ് ലോസസ് അഗെയിൻസ്റ്റ് അതർ ഇൻകംസ് ആൻഡ് സ്റ്റേറ്റ് ദി എമൗണ്ട് ഓഫ് ലോസസ് ടു ബി ക്യാരിഡ് ഫോർവേഡ് ഫോർ ദി പ്രീവിയസ് ഇയർ 2019-20. ഇവിടെ 2018-19 ആണ്, നമ്മൾ അത് മാറ്റുന്നു, 2019-20 ആകുന്നു. ദെൻ ഐറ്റംസ് തന്നിട്ടുള്ളത്, വിന്നിംഗ് ഫ്രം ദി കർണാടക സ്റ്റേറ്റ് ലോട്ടറി ബ്രാക്കറ്റിൽ നെറ്റ് എന്ന് തന്നിട്ടുണ്ട്, റിസീവ്ഡ് ₹70,000. ദെൻ സെക്കൻഡ് വൺ, എ ക്രെഡിറ്റ് ഇൻ ഹിസ് പാസ്ബുക്ക് ദി സോഴ്സ് ഓഫ് വിച്ച് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ₹60,000. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ,
റിസീവ്ഡ് ആസ് ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ഓഫ് ഏഷ്യൻ പെയിൻറ്റ്സ് ലിമിറ്റഡ് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് നോട്ട് ലിസ്റ്റഡ് ഓൺ എനി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ₹4,500. The next item, received as interest on debentures of Telco Limited listed on Mumbai Stock Exchange ₹7,200. The next one, rent received from letting out of a building along with plant, machinery and furniture fixed therein ₹20,000. Expense on composite letting allowed, depreciation 6,000, insurance 500, repairs 2,500. The next one, royalty received in respect of a book for school 19,000. He claimed expenses on stationery and typing 4,000. Then അടുത്തത് losses from house property ₹6,000. Then next, interest received on sundry advances ₹3,000. Then business income bracket from cloth ₹2,70,000. Then next, shares of loss in a firm 18,000. Then loss in speculation ₹3,200. Then next one, dividend from an Indian company ₹5,000. Then next, capital gain from short term capital asset ₹22,500. Then capital losses from long term capital asset ₹21,000. ഓക്കെ, ഇത്രയും ഐറ്റംസ് ആണ് തന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ 2 എമൗണ്ട് കോളം വെച്ചുകൊണ്ട് കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? കാൽക്കുലേഷൻസ് നടത്തുന്നു. ഇത് കൃത്യമായിട്ട് നമ്മൾ ആദ്യം എല്ലാ സെറ്റ് ഓഫും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേഷൻസ് അറിഞ്ഞതിന് ശേഷം വർക്കൗട്ട് ചെയ്യുക. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നേരത്തെ ചെയ്ത ക്ലാസ്സിൻ്റെ ലിങ്ക്, അതുകൂടെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഓരോ ഹെഡ്സുകളും എടുക്കുക. ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ 5 ഹെഡ്സിൽ ഓരോ ഹെഡും അതിൻ്റെ ഓർഡർ ബേസ് ചെയ്തുകൊണ്ട് എടുക്കുക. ഒന്നാമത്തത് ഇൻകം ഫ്രം സാലറിയാണ്. ഇൻകം ഫ്രം സാലറി എന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐറ്റവും നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടില്ല. പിന്നെ വരുന്നത് എന്താണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 7th പോയിന്റ് നോക്കുക. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണ്? 6,000 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ലോസ് ആണ് തന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു കാര്യം കാണിക്കുന്നു. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണ്? 6,000 ആണ് തന്നത്. ലോസ് ആയതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രാക്കറ്റ് ഇട്ട് കാണിക്കുന്നു. മൈനസ് ആണ് അതിനെ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഹൗസ് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഐറ്റംസ് ക്വസ്റ്റ്യനിൽ ഉണ്ടോ നോക്കുക. അങ്ങനെ വേറെ ഐറ്റംസ് ഒന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ മൊത്തം എമൗണ്ട് ആണ് ഇത് തന്നിട്ടുള്ളത് ലോസ്. ഇനി അടുത്ത നമ്മൾ പോകുന്നത് ഏതിലേക്കാണ്? ഹൗസ് പ്രോപ്പർട്ടി കഴിഞ്ഞാൽ നെക്സ്റ്റ് ബിസിനസ് ഇൻകത്തിലേക്ക് പോകണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റം ഉണ്ടോ നോക്കുക. നിങ്ങൾ 9ാമത്തെ ഐറ്റം നോക്കുക. ബിസിനസ് ഇൻകം ഫ്രം ക്ലോത്ത് എന്നും പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ് ആണ്. ഇൻകം ഫ്രം ബിസിനസ് എന്നും പറഞ്ഞിട്ട് ആ ക്ലോത്തിൻ്റെത് നമ്മൾ കാണിക്കുന്നു. ഓക്കെ, ക്ലോത്ത് എത്രയാണ്? 2,70,000 ആണ്. ആ എമൗണ്ടിനെ നമ്മൾ കാണിക്കുന്നു. 2,70,000. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത് ഷെയർ ഓഫ് ലോസ് ഇൻ എ ഫേം എന്ന് പറയുന്ന ഐറ്റം തന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഇൻഡിവിജ്വലിൻ്റെതുമായിട്ട് എന്ത് ചെയ്യൂല? സെറ്റ് ഓഫ് ചെയ്യുകയില്ല. പിന്നെ ലോസ് ഇൻ സ്പെക്കുലേഷൻ ലോസ് നമ്മൾ ആ ഒരു ഇൻകത്തിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യും. അതുകൊണ്ട് ഈ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ നമ്മൾ കാണിക്കേണ്ട. അത് ആ ഒരു ഇൻകം വരുന്ന സമയത്ത് അതിൽ നിന്ന് മാത്രമാണ് സെറ്റ് ഓഫ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ബിസിനസ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ക്യാപിറ്റൽ ഗെയിനിൽ വരുന്ന ഏതെങ്കിലും ഐറ്റം ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ നിങ്ങളെ ക്വസ്റ്റ്യനിൽ ജസ്റ്റ് നോക്കുക. ക്യാപിറ്റൽ ഗെയിൻ ഫ്രം ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞിട്ട് 22,500 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻകം ഫ്രം എന്ത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ വരുന്നത് ഏതാണ്? 22,500 എന്ന് പറയുന്ന ഒരു എമൗണ്ട് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ കാണിക്കുന്നു. പിന്നെ ക്യാപിറ്റൽ ഗെയിനുമായിട്ട് തന്നത് 14ാമത്തെ ഐറ്റമാണ്. ക്യാപിറ്റൽ ലോസസ് ഫ്രം ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിൽ നിന്നുള്ള ലോസസ് ആണ് തന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഷോർട്ട് ടേമിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യുകയില്ല. ആ ലോങ് ടേം ഗെയിനിൽ നിന്ന് മാത്രമേ അത് സെറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ അതും ഇവിടെ ജനറലായിട്ട് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ കാണിക്കാൻ പറ്റില്ല. ലോങ് ടേം ഇൻകം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യും.
ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ കാണേണ്ടതാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ് കാണേണ്ടത്. അതർ സോഴ്സിൽ ഇവിടെ കുറച്ച് ഐറ്റംസ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഓരോ ഐറ്റംസ് നോക്കുന്നു. ഒന്നാമത്തേത് വിന്നിങ് ഫ്രം ലോട്ടറി. വിന്നിങ് ഫ്രം ലോട്ടറി എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം വന്നിട്ടുണ്ട്. വിന്നിങ് ഫ്രം ലോട്ടറി. ഓക്കെ, വിന്നിങ് ഫ്രം ലോട്ടറി നെറ്റാണ് തന്നത്. അതിനെന്ത് ചെയ്യണം? ഗ്രോസിങ് അപ്പ് ചെയ്യണം. ലോട്ടറിയുടെ കേസിൽ ഗ്രോസിങ് അപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 70,000 ഇൻറ്റു എന്ത് കാണണം? നമ്മൾ 100 ഡിവൈഡഡ് ബൈ 70 കാണണം. ഓക്കെ, വിന്നിങ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസിൽ, അതേപോലെയുള്ള കാഷ്വൽ ഇൻകത്തിൻ്റെ കേസിൽ ഗ്രോസിങ് അപ്പ് ചെയ്യാനുള്ള മെത്തേഡ് പ്രത്യേകമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ 70,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 70 ആണ്. ഇത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 70,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 70 എത്ര കിട്ടും? 1 lakh എന്ന് കിട്ടും. ഇത് ഒന്നാമത്തെ എമൗണ്ട് കോളത്തിൽ ജസ്റ്റ് കാണിച്ചു കൊടുക്കുക. നമുക്ക് ടോട്ടൽ എമൗണ്ട് ഔട്ടർ കോളത്തിൽ കാണിക്കാം. ഇനി അടുത്തത് വരുന്നത് നോക്കുക. എ ക്രെഡിറ്റ് ഇൻ ഹിസ് പാസ്ബുക്ക് ദി സോഴ്സസ് വിച്ച് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ്. അതായത് ഇതെന്താണ്? അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം ആണ്. അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം ആണ്. ഇതും എന്തിൽ വരും? അതർ സോഴ്സിലാണ് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, 60,000 ആണ്. അതും അതർ സോഴ്സിലാണ് കാണിക്കേണ്ടത്, അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം. ഇനി നെക്സ്റ്റ് റിസീവ്ഡ് ആസ് ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബെഞ്ചേഴ്സ് ഓഫ് ഏഷ്യൻ പെയിൻറ്റ്സ് ലിമിറ്റഡ്. ഓക്കെ, ടാക്സ് ഫ്രീ ഡിബെഞ്ചേഴ്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. ടാക്സ് ഫ്രീ ഡിബെഞ്ചേഴ്സ് ഏതാണ്? ഏഷ്യൻ പെയിൻറ്റിൻ്റെ ടാക്സ് ഫ്രീ ഡിബെഞ്ചേഴ്സ്. എത്രയാണ് എമൗണ്ട് തന്നത്? 4,500 ആണ്. ഇവിടെ ടാക്സ് ഫ്രീ ഡിബെഞ്ചേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസിങ് അപ്പ് ചെയ്യണം. ഗ്രോസിങ് അപ്പ് ചെയ്യാൻ എന്ത് ചെയ്യണം? 100 ഡിവൈഡ് ബൈ 90 എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 5,000 എന്ന് കിട്ടും. അതിനെയും ഫസ്റ്റ് എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു. ഇനി അടുത്ത ഐറ്റം, നാലാമത്തെ ഐറ്റം റിസീവ്ഡ് ആസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഓഫ് ടെൽകോ ലിമിറ്റഡ്. ഓക്കെ, ഇവിടെയും എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് എന്താണ്? ടെൽകോ ലിമിറ്റഡിൻ്റെ ഇൻട്രസ്റ്റ് ലിസ്റ്റഡ് ഓൺ മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ലിസ്റ്റഡ് സെക്യൂരിറ്റി ആണ്. 7,200 ആണ് വരുന്നത്. 7,200 അതിനെ നമ്മൾ ഗ്രോസിങ് അപ്പ് ചെയ്യുന്നു. ഇൻറ്റു 100 ഡിവൈഡ് ബൈ 90 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 8,000 എന്ന് കിട്ടും. അതും ഫസ്റ്റ് എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് അഞ്ചാമത്തത് റെൻറ്റ് റിസീവ്ഡ് ഫ്രം ലെറ്റിംഗ് ഔട്ട് ഓഫ് എ ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബിൽഡിംഗ് ലെറ്റ് ഔട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ പ്ലാന്റോട് കൂടെ മെഷീനറിയോട് കൂടെയും എന്ത് ചെയ്യുന്നു? ലെറ്റ് ഔട്ട് ചെയ്യുന്നു. സബ് ലെറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? അതർ സോഴ്സിൽ വരുന്ന ഐറ്റം ആണ്. അതിൽ നിന്ന് വരുന്ന ഇൻകം. ഓക്കെ, അപ്പോൾ റെൻറ്റ് ഫ്രം എന്ത്? ലെറ്റിങ് എത്രയാണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 25,000 ആണ് തന്നിട്ടുള്ളത്. അത് ഇന്നർ കോളത്തിലാക്കി കാണിക്കുക. കാരണം അതിൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞിട്ടുണ്ട്. ആ എക്സ്പെൻഡിച്ചറിന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതായത് ഡിപ്രിസിയേഷൻ, അതേപോലെ തന്നെ പിന്നെ വരുന്നത് ഇൻഷുറൻസ്, ഡിപ്രിസിയേഷൻ എത്രയാണ്? 6,000. ഇൻഷുറൻസ് 500. ദെൻ നെക്സ്റ്റ് വരുന്നത് റിപ്പേഴ്സ് എത്രയാണ്? 2,500. മൊത്തം 9,000 മൈനസ് ചെയ്യണം. അങ്ങനെ 9,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ടർ കോളത്തിലേക്ക് എത്ര കിട്ടും? 16,000 കിട്ടും. അത് ഔട്ടർ കോളത്തിലേക്ക് മാറ്റി എഴുതുന്നു. ഓക്കെ, അതായത് ഈ ലെറ്റിങ്ങിൽ നിന്നും കിട്ടുന്ന ഇൻകത്തിൽ നിന്നും എക്സ്പെൻഡിച്ചറിനെ മൈനസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ഐറ്റം തന്നിട്ടുള്ളത് എന്താണ്? നെക്സ്റ്റ് ഐറ്റം തന്നിട്ടുള്ളത് റോയൽറ്റി റിസീവ്ഡ് ആണ്. റോയൽറ്റി. ഓക്കെ, റോയൽറ്റി റിസീവ്ഡ് എത്ര? റോയൽറ്റി റിസീവ്ഡ് എന്നും പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നത് 19,000 ആണ് തന്നത്. അത് ഇന്നർ കോളത്തിൽ കാണിക്കുക. കാരണം അതിലും എക്സ്പെൻഡിച്ചർ പറയുന്നുണ്ട്. ഈ ക്ലെയിംഡ് എക്സ്പെൻസ് ഓൺ സ്റ്റേഷനറി ആൻഡ് ടൈപ്പിംഗ് എന്നും പറഞ്ഞിട്ട് ആ എക്സ്പെൻഡിച്ചറിനെ മൈനസ് ചെയ്യണം. എത്രയാണ്? 4,000 ആണ്. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 15,000 എന്ന് കിട്ടും. അതിന് ഔട്ടർ കോളത്തിൽ എമൗണ്ട് കോളത്തിൽ ഫസ്റ്റ് എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു. ഇനി അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ സൺട്രി അഡ്വാൻസ് ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ സൺട്രി അഡ്വാൻസ്. ഓക്കെ, ഇതും എന്താണ്? ഒരു അതർ സോഴ്സിൽ വരുന്ന ഇൻകം ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ സൺട്രി അഡ്വാൻസസ് എന്ന് പറയുന്നത്. ഇവിടെ എത്രയാണ്? 3,000 ആണ് തന്നത്. ഓക്കെ, 3,000 അങ്ങനെ തന്നെ നമ്മൾ ഫസ്റ്റ് എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു.
ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ബിസിനസ് ഇൻകം നമ്മൾ ഓൾറെഡി കാണിച്ചു. ഷെയർ ഓഫ് ലോസ് ഇൻ ഫേം നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വലിൽ നിന്നും നമ്മൾ ആഡ് ചെയ്യില്ല. ലോസ് ഇൻ സ്പെക്കുലേഷനിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യും. ഡിവിഡൻഡ് ഫ്രം എൻ ഇന്ത്യൻ കമ്പനിയാണ്. നെക്സ്റ്റ് വരുന്നത് ഡിവിഡൻ്റ് ആണ്. ഡിവിഡൻറ്റും അതേപോലെ തന്നെ ഡിവിഡൻറ്റും ഇൻട്രസ്റ്റുമാണ് മെയിനായിട്ട് ഇതിൽ വരുന്ന ഒരു ഇൻകം അതർ സോഴ്സിൽ. പക്ഷേങ്കിൽ ഇന്ത്യൻ കമ്പനിയിൽ നിന്നാണ് ഇവിടെ വരുന്നത്. ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി ആകുമ്പോൾ അതെന്താണ്, ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകമാണ്. പ്രത്യേകമായിട്ട് പഠിക്കുന്നുണ്ട് നമ്മൾ. ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് ഇവിടെ ടാക്സബിൾ ഉണ്ടാകുകയില്ല, ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഇനി ക്യാപിറ്റൽ ഗെയിൻ ഫ്രം ഷോർട്ട് ടൈം നമ്മൾ കാണിച്ചു. ക്യാപിറ്റൽ ലോസ് ഫ്രം ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് നമ്മൾ പറഞ്ഞു അത് ലോങ് ടേം ലോസിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ അവിടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ കാൽക്കുലേഷൻസിൽ ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനെയെല്ലാം നമ്മൾ ടോട്ടൽ ഇത് ഔട്ടർ കോളത്തിൽ കാണിച്ചാൽ ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ ടോട്ടൽ കിട്ടും. ഓക്കെ, അതായത് 1,60,000, 60,000, 5,000, 8,000, 16,000, 15,000, 3,000. ഓക്കെ, അപ്പോൾ ഇതിന് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 2,07,000 ടോട്ടൽ എമൗണ്ട് കിട്ടും. ഓക്കെ, മൊത്തം എമൗണ്ട് 2,07,000 കിട്ടും. നമ്മുടെ ക്വസ്റ്റനിൽ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് എന്താണ്? ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കുക 2,70,000, 22,500, 2,07,000. ഓക്കെ, ഇതിനെല്ലാം ആഡ് ചെയ്തിട്ട് ഈ ഒരു ലോസിനെ മൈനസ് ചെയ്യുക. ഓക്കെ, ഇത് മൈനസ് ആണ്, അപ്പോൾ അത് മൈനസ് ചെയ്യുക. ഇതിനൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം എത്ര കിട്ടും? 4,93,500 ടോട്ടൽ എമൗണ്ട് കിട്ടും. അപ്പോൾ ഇതാണ് എന്ത്, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. 4,93,500. ഓക്കെ, ഇത്രയും ആയാൽ നമ്മുടെ ആൻസറായി. ഇനി ഇതേപോലെ തന്നെ ഇതിൽ 2 ഐറ്റംസ് ഉണ്ട്, നമ്മൾ എടുക്കാത്ത 2 ഐറ്റംസ്, മൂന്ന് ഐറ്റംസ്. അതിൽ വരുന്ന ഒന്നാമത്തെ ഷെയർ ഓഫ് ലോസ് ഇൻ എ ഫേം. അതിനെക്കുറിച്ച് ജസ്റ്റ് നിങ്ങൾ അടിയിൽ നോട്ടായിട്ട് കൊടുക്കുക. ഷെയർ ഓഫ് ലോസ് ഇൻ എ ഫേം cannot be adjusted with personal income. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എടുക്കാത്ത മറ്റൊരു ഐറ്റമാണ് ലോങ് ടേം ക്യാപിറ്റൽ ലോസും സ്പെക്കുലേഷൻ ലോസും. ഓക്കെ, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആൻഡ് സ്പെക്കുലേഷൻ ലോസസ് are set off only against concerned income. ഓക്കെ, ഇത്തരത്തിലൊരു ബ്രീഫ് നോട്ട് അടിയിൽ ജസ്റ്റ് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് വരുന്നത്. അതിൻ്റെ ഫുള്ള് എങ്ങനെയാണ് കാൽക്കുലേഷൻസ് വരുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നടത്തിയിട്ടുള്ള വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ.